ാണ് ഖുറാത്തങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുപോലെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്, ഒരു സഖാഫിയ ഉസ്താദ് നമ്പർ തന്നതാണ്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ഞാൻ 2 ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു, ഞാൻ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്, തങ്ങൾ ദ്വാരക്കണം, ഓപ്പറേഷനൊക്കെ റാഹത്താകാൻ വേണ്ടി, ഓപ്പറേഷനൊക്കെ റാഹത്തായി എൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറയാനാണ് ഇദ്ദേഹം വിളിച്ചതും പറഞ്ഞതും. പക്ഷേ മറുതലയിൽ നിന്ന് തങ്ങളുടെ മറുപടി എന്താണ്? ഖുറാത്തങ്ങളുടെ മറുപടി എന്താണ്? കത്തിവെക്കണ്ട. ഖുറാത്തങ്ങൾ പറഞ്ഞു കത്തിവെക്കണ്ട. ഇത്രയുമാണ് പറഞ്ഞത്. നിങ്ങൾ അസുഖം മാറിയെന്നോ ബ്ലോക്ക് പോയെന്നോ നിങ്ങൾ അസുഖം മാറുമെന്നോ ഞാൻ ദ്വാരക്കാമെന്നോ ശിഫയാകട്ടെ എന്നോ അല്ല പറഞ്ഞത്, കത്തിവെക്കണ്ട. അപ്പോൾ ഇദ്ദേഹം ഞെട്ടി. കാരണം ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു, സമയം നിശ്ചയിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, പൈസയും കെട്ടിവെച്ച് കഴിഞ്ഞു. അദ്ദേഹം പറയാൻ നമ്മൾ ഓർക്കണം, അന്നത്തെ എൻ്റെ അടുത്ത് ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്ന സമയത്തും ഇദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാനിത് പറയുന്നത് 20 വർഷം മുമ്പുള്ള സംഭവമാണ്. 20 വർഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ 10 വർഷം മുമ്പാണ് ഇദ്ദേഹത്തെ കണ്ടത് കരുനാഗപ്പള്ളിയിൽ വെച്ച്. അദ്ദേഹം വന്നിട്ടൊക്കെ പറഞ്ഞു, എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ 10 വർഷം കഴിഞ്ഞു. ഞാൻ ബാക്കി പറയാം. അപ്പോൾ ആ 20 വർഷം മുമ്പ് തന്നെ 1.5 ലക്ഷം രൂപയെങ്ങാണ്ടാണ് അദ്ദേഹം ആ കോഴിക്കോട് ജില്ലയിലെ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചത്. 1.5 ലക്ഷം രൂപ അത്രയും വർഷം മുമ്പ്, 20 വർഷം മുമ്പ് കെട്ടിവെച്ചു. അങ്ങനെ വലിയ ഓപ്പറേഷനാണ്, 2 ബ്ലോക്കുണ്ട്. അങ്ങനെ ആ ഓപ്പറേഷന് വേണ്ടി തങ്ങളെ ഓപ്പറേഷൻ ഡോക്ടർമാർ നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഖുറാത്തങ്ങൾ പറഞ്ഞു, അതെന്തേലും ആവട്ടെ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, കത്തിവെക്കണ്ട എന്നാണ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇദ്ദേഹത്തിനപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഖുറാത്തങ്ങളോട് പറഞ്ഞു, അവർ നാളെയാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, അതുകൊണ്ട് ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അവരെന്തേലും കയറ്റിക്കോട്ടെ ഓപ്പറേഷന്, പക്ഷേ കത്തിവെക്കണ്ട എന്ന് പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷന് കയറുന്നതിന് മുമ്പ് ആ മനുഷ്യന് കുറച്ച് ചൊല്ലാനും ഓതാനും ദ്വാരക്കാനും ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് ഓപ്പറേഷന് വേണ്ടി കയറ്റുകയാണ്. അതിൻ്റെ പിറ്റേന്നോ ആയിട്ട് ഓപ്പറേഷന് വേണ്ടി കയറ്റുകയാണ്. ഓപ്പറേഷന് കയറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ നേഴ്സ് പറഞ്ഞു, നല്ല സമയമായി, ഡോക്ടർ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് ചെല്ലണം. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എന്നെയല്ലേ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഞാൻ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് എന്താണ് ഉറപ്പുള്ളത്, എനിക്കതുകൊണ്ട് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ നേഴ്സ് പോയി ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ആയിക്കോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ, അതിന് തടയണ്ട, പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഖുറാത്തങ്ങൾ പറഞ്ഞതുപോലെ ആ ചൊല്ലാനൊക്കെ ഉള്ളത് ചൊല്ലി ദ്വാരന്നു ഓപ്പറേഷന് വേണ്ടി കയറുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി അദ്ദേഹത്തെ ശരീരത്തിൽ അദ്ദേഹം പറയുകയാണ്, ഓരോ മെഷീൻ ഘടിപ്പിക്കുകയാണ്, പല വയറുകളും ദേഹത്തേക്ക് ഘടിപ്പിച്ചു. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയില്ല അതിനെക്കുറിച്ച്. ആ മെഷീനൊക്കെ ദേഹത്തൊക്കെ ഘടിപ്പിച്ചിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യും. ആ ബ്ലോക്കുകളൊക്കെ ഒന്നുകൂടി നോക്കിയിട്ടാണ് അവരത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത സമയത്ത് ഡോക്ടർമാർ പരസ്പരം നോക്കുകയാണ്. ഡോക്ടർമാർ പരസ്പരം അന്തം വിട്ടു നിൽക്കുകയാണ്. ആ ബ്ലോക്ക് കാണുന്നില്ല. ഓപ്പറേഷൻ ചെയ്യണ ബ്ലോക്ക് അവിടെ കാണണ്ടേ? ആ ബ്ലോക്ക് 2 ബ്ലോക്കും കാണുന്നില്ല. നോർമൽ എന്ന് എഴുതി കാണിക്കുകയാണ്. നോർമലാണ്. ഇപ്പോൾ ഈ മനുഷ്യന് ബ്ലോക്കുമില്ല, അറ്റാക്കുമില്ല, നെഞ്ചുവേദനയില്ല, ഒന്നുമില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് അവർ വീണ്ടും ദേഹത്ത് ഘടിപ്പിച്ച വയറുകളൊക്കെ അഴിച്ചു വിട്ടിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്തു നോക്കി. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് കാണുന്നില്ല.